ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വീടിൻ്റെ പ്ലംബിംഗ് വർക്കുകളാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ആ വീഡിയോ ചെയ്തതായിരുന്നു. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളും കൺസീൽഡ് വർക്കുകളും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. നമ്മളിന്ന് ആ വീടിൻ്റെ ക്ലോസറ്റൊക്കെ വെച്ച് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യാൻ പോവുകയാണ്. ക്ലോസറ്റ്, മിററ്, ടാപ്പുകൾ, അങ്ങനെയുള്ള ടവൽ റാഡുകൾ തുടങ്ങിയവയൊക്കെ ഫിറ്റ് ചെയ്ത് ആ വീടിൻ്റെ ഒരു ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടികളാണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വീട് പുറകിൽ കാണുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. അപ്പം കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ സൈറ്റിലോട്ട് പോയിട്ട് അവിടെ വെച്ച് കാണാം. ഇതാണ് ടോയ്ലറ്റ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ടാപ്പൊക്കെ നമ്മളിപ്പം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കറണ്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. വെട്ടത്തിൻ്റെ ഒരു കുറവ് കാരണം. ഇപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പം ഗ്രേറ്റിങ്സ് വെക്കാണ്ട്, അതുപോലെ തന്നെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പ് കട്ട് ചെയ്യണം തുടങ്ങിയവയൊക്കെയാണ് ഇനിയിപ്പം ചെയ്യാനുള്ളത്. ടൈലെല്ലാം ക്ലീനിങ്ങിന് കിടപ്പുള്ളതാണ്, ക്ലീൻ ചെയ്യാൻ. അതുപോലെ ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. മുകളിൽ മിററ്, ഇവിടെ ഒരു മിറർ ലാമ്പ് എല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാത്റൂം. അതുപോലെ തന്നെ മറ്റൊരു ബാത്റൂമും ഉണ്ട്. ഇത് വേറൊരു ബാത്റൂമാണ്. ഇതിപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലുള്ളൊരു കോമൺ ബാത്റൂമാണ്. ഇപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലായതുകൊണ്ട് സ്റ്റെയർ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് സ്റ്റെയറിൻ്റെ ഇത് വന്നിപ്പുണ്ട്. ഗ്രേറ്റിങ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇതൊരു ചെറിയൊരു ടോയ്ലറ്റാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൾക്കാർക്ക് കുഴപ്പമില്ല, സ്റ്റെയറിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞാലും. ഇനിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. അത് ഞാൻ പണിയെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ഏകദേശം ബാത്റൂമിൻ്റെ പണിയെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മൾ വാഷ് കൗണ്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ ലാമ്പ്, അതുപോലെ ഷവറ്, സോപ്പ് ഡിഷ്, ബ്രഷ് ഹോൾഡർ തുടങ്ങിയ എല്ലാം നമ്മൾ ഈ ക്ലോസറ്റ് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ടൈലൊക്കെ ഇനിയിപ്പം ക്ലീനിങ്ങിന് കിടപ്പുള്ളതാണ്. ഇത് ടൈലിന് വർക്ക് ചെയ്യുന്നവർ വന്ന് ഒരു ആസിഡ് വാഷൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പം 2 ചൂടുവെള്ളം പച്ചവെള്ളം വരാനുള്ള 2 ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. മിക്സർ ടാപ്പല്ല, സിംഗിൾ ടാപ്പാണ് 2 കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രേറ്റിങ്സ് നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് ജെറ്റ്, അതുപോലെ ക്ലോസറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരു വാൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് സ്റ്റീലിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ക്ലോസറ്റ്. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ബാത്റൂം. അത്യാവശ്യം വേണ്ട എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അല്പം ക്ലീനിങ്ങിൻ്റെയൊക്കെ പരിപാടിയുള്ളൂ. അതുപോലെ തന്നെ ഇനി അടുത്ത ബാത്റൂം വരുന്നത് ഇതാണ്. അടുത്ത ടോയ്ലറ്റ്. ഇതും അതുപോലെ തന്നെ സെയിം സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഒരു കോർണർ ട്രേ അവിടെ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റ് ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ടാപ്പ്, മുകളിൽ നമ്മൾ ഷവർ കൊടുത്തിരിക്കുന്നു. ഒക്കെ ഇനി ടൈല് ക്ലീനിങ് കിടപ്പുണ്ട്. വേറെയും വർക്കുകൾ ഇവിടെ നടപ്പുള്ളത് കൊണ്ട് കുറച്ച് പണികളും കൂടെ ഒക്കെ തീരാനുണ്ട്.
നമ്മളുള്ളത് മൂന്നാമത്തെ ഒരു കോമൺ ബാത്റൂമുണ്ട്. സ്റ്റെയറിൻ്റെ അടി വരുന്ന ഒരു ബാത്റൂമാണ്. ഇച്ചിരി ചെറുതാണ്, പക്ഷേ എന്നാലും ആൾക്കാർക്കെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് വെറുതെ ആ ഒരു സ്പേസ് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ടോയ്ലറ്റ് അതിൻ്റെ അടി കൊടുത്തത്. അതും ഇതുപോലെ തന്നെ ക്ലോസറ്റ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇനി ആ സൈഡിൽ ടാപ്പ്, അതുപോലെ തന്നെ ഷവർ ഇനി ആ സൈഡിൽ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഒരാൾക്ക് നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഷവറെല്ലാം കൊടുത്തിരിക്കുന്നത്. ടവൽ റാഡ്, സോപ്പ് ഡിഷ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ടോയ്ലറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത്. നല്ലൊരു ടാപ്പ്, അതുപോലെ തന്നെ ക്ലോസറ്റ്, ഷവർ, അതുപോലെ വാഷിംഗ് ജെറ്റ്, ഒരു വാഷ് കൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷ് കൗണ്ടറും, നല്ലൊരു മിറർ ലാമ്പ് എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു കിച്ചൻ്റെ സിങ്കാണ്. സിങ്കിൻ്റെ ടാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സിങ്കിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് പൊളിച്ചിട്ടില്ല. പണിയെല്ലാം തീർന്നു കഴിഞ്ഞിട്ടത് പൊളിക്കുന്നുള്ളൂ. ഇത് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. സ്റ്റീൽ ടാപ്പുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കുറേ പണികളെല്ലാം തീരാണ്ട്. ഈ വീടിൻ്റെ മുഴുവൻ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് സെക്കൻഡ് കിച്ചണിൽ വരുന്നതാണ്. അവിടെ അതുപോലെ തന്നെ സിങ്ക് കൊടുത്തിരിക്കുന്നു, ഒരു ടാപ്പ് കൊടുത്തിരിക്കുന്നു. ഇത് ചെറിയ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചൺ ആയതുകൊണ്ട് ചെറിയ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തേനീച്ചക്കൂടിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, കണിക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ. അതിൻ്റെ ഇപ്പം ഈച്ച നമ്മുടെ ആ കൂട്ടിൽ കയറാൻ തുടങ്ങി. ഞാൻ അതുകൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ കൂടായിരുന്നു. ഇത് ഞാൻ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി മൂടി വെച്ചതാണ്. ഇതുണ്ട്, ഈച്ചയൊക്കെ ഇപ്പം ഇതിലേ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട് സംഭവം ഓക്കെ ആയി. ഇതുണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഈച്ച മെഴുകൊണ്ട് തന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കയറുന്നുണ്ട്, അതുപോലെ ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഈച്ച ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമുക്കിത് റെഡി ആയിക്കോളും. ഇത് സംഭവം ഓക്കെ ആയിക്കോളും. ഇതിങ്ങനെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ ബൈ.